യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇസ്രായേലിനും അമേരിക്കക്കും അത്ര സുഖകരമല്ല. കാരണം റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഇസ്കന്ദർ M ഇപ്പോൾ ഇറാനിൽ എത്തിയെന്ന വാർത്ത വരുന്നു. ഇത് ഇസ്രായേൽ ചാനലുകളിൽ വരെ ചർച്ചയായി മാറിയിരിക്കുകയാണ്. എന്താണ് ഇസ്കന്ദർ M മിസൈലിന്റെ പ്രത്യേകതകൾ? 500 കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ ദൂരപരിധി. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ്. പക്ഷെ ഇതുകൊണ്ട് റഷ്യയും ഇറാനും ലക്ഷ്യമിടുന്നത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള വ്യോമ താവളങ്ങൾ തന്നെയാണ്. വർഷങ്ങളോളമായി വലിയ സമ്പത്ത് ചെലവഴിച്ച് അമേരിക്ക നേടിയെടുത്തതാണ് മിഡിൽ ഈസ്റ്റിൽ, പ്രത്യേകിച്ച് സൗദി അറേബ്യ, അതുപോലെ UAE, ഖത്തർ തുടങ്ങിയ ഒമാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ, അതുപോലെ തന്നെ ഇറാഖ്, സിറിയ, തുർക്കി തുടങ്ങിയ രാഷ്ട്രങ്ങളിലെല്ലാം അമേരിക്കക്ക് താവളങ്ങളുണ്ട്. എന്നാൽ ഈ ലക്ഷ്യങ്ങളെല്ലാം ആക്രമിച്ച് തകർത്ത് കളയാൻ ഈ മിസൈലിന് സാധിക്കുമെന്നതാണ് അമേരിക്കയും ഇസ്രയേലിനെ ആശങ്കപ്പെടുത്താനുള്ള കാരണം. എന്തുകൊണ്ട് ഈ മിസൈലിനെ ഭയപ്പെടണമെന്ന് ചോദിച്ചാൽ ഇതിന്റെ 2-3 പ്രത്യേകതകളാണ്. ഒന്നാമത്തേത്, അതിന് 7-8 മാക്ക് സ്പീഡ് വരെ അതിന് സഞ്ചരിക്കാൻ അതിന് വേഗതയുണ്ട് എന്നർത്ഥം. ശബ്ദ വേഗതയുടെ 7 ഇരട്ടിയിലധികം വേഗതയിൽ ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും. അതായത് 1 സെക്കൻഡിൽ 2 കിലോമീറ്ററിലധികം ദൂരം ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും. അതിലേറെ പ്രധാനപ്പെട്ട കാര്യം ഇതിന് പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുമെന്നതാണ്. സാധാരണ ഒരു ബാലിസ്റ്റിക് മിസൈലുകൾ അതിന്റെ ലക്ഷ്യത്തിലേക്ക് അത് കുതിച്ചു പാഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ ഇതിന് ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ കണ്ണുവെട്ടിച്ച് പായാനുള്ള സൗകര്യം, അതിനുള്ള സംവിധാനങ്ങൾ ഇതിൽ ഏർപ്പെടുത്തിയെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മിസൈലിനെ പ്രതിരോധിക്കുക എന്നത് ഒരിക്കലും കഴിയാത്ത കാര്യമാണ് എന്നാണ് അന്താരാഷ്ട്ര തലങ്ങളിൽ വിലയിരുത്തുന്നത്. എന്നാൽ ഈ മിസൈൽ ഇറാനിലെത്തുമ്പോൾ അമേരിക്കക്ക് ഭീഷണിയാകുന്നത് ഡസൻ കണക്കിന് മിഡിൽ ഈസ്റ്റിലുള്ള താവളങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അയൽ രാഷ്ട്രങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ അമേരിക്കക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതമായിരിക്കും അയൽ രാഷ്ട്രങ്ങളിലെല്ലാം ഉണ്ടാവുക എന്ന കാര്യം അവർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക എന്ത് തീരുമാനമെടുക്കുമെന്ന് അറിയില്ല. പക്ഷെ ഒരു ചതിയിലൂടെ പെട്ടെന്ന് ആക്രമിച്ച് ഇറാനെ തകർത്ത് കളയാമെന്ന് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് വിചാരിക്കുന്നുണ്ടാകും. വെനിസ്വേലയെ പോലെ നിസ്സാരമായി ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നാണ് ലോകം ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മിസൈലിനെ ഇത്രയും മാരകമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആണവ പോർമുനകൾ അടക്കമുള്ള 500 കിലോഗ്രാം ഭാരം വരുന്ന വാർഹെഡുകൾ വഹിക്കാൻ ഈ മിസൈലിന് സാധിക്കും. ഇതൊരു ആണവ മിസൈൽ കൂടെയാണ് എന്നത് ഇതിന്റെ ഗുരുതരാവസ്ഥ കാണിക്കുന്നു. ഇങ്ങനെയുള്ള ഈ മിസൈൽ ഇറാനിലെത്തുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നു എന്നതിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഇറാന് ആ കപ്പലുകളെ തകർക്കാൻ മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ധാരാളം മിസൈലുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ പറഞ്ഞത് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സീസ്ഫയർ, യുദ്ധം വെടിനിർത്തൽ എന്നത് ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ള സംസാരങ്ങൾക്ക് പ്രത്യേകത ഉണ്ടാവുകയില്ല. കഴിഞ്ഞ 12 ദിവസം ഇസ്രായേലും ഇറാൻ തമ്മിലൊരു യുദ്ധമുണ്ടായിരുന്നു. പക്ഷെ ആ യുദ്ധത്തിനിടയിൽ പെട്ടെന്ന് ട്രംപ് വെടിനിർത്താൻ ആവശ്യപ്പെട്ടു, വെടിനിർത്തിപ്പോയിട്ടുണ്ട്. പക്ഷെ ഇനി അങ്ങനെ ഒരു വെടിനിർത്തൽ ഉണ്ടാവുകയില്ല എന്ന കാര്യവും കൂടെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ചില ലക്ഷ്യങ്ങളെല്ലാം തകർക്കുക എന്നത് ഇറാന്റെ മുന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. ആ തീരുമാനങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നു. അത് പൂർണ്ണമായും നടപ്പാക്കിയാൽ മാത്രമേ അവർ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയുള്ളൂ എന്ന കാര്യമാണ് ഇതിലൂടെ ഇറാൻ സൂചിപ്പിക്കുന്നത്.